ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. ഒട്ടും പൊടിഞ്ഞു പോകാത്ത, ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു പെർഫെക്റ്റ് കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ്. പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ്. തണുത്ത് കഴിഞ്ഞാലും നല്ല മൊരിഞ്ഞ് തന്നെ ഇരിക്കാനും കട്ട്ലറ്റ് ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാനും വേണ്ട ടിപ്സും ട്രിക്സും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. ചിക്കൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം അതേപോലെ എടുത്താൽ മതി. ഇതിപ്പോൾ വരുന്നത് ഒരു 400 ഗ്രാം ഒക്കെ ചിക്കൻ ഉണ്ട്. എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ്. അപ്പോൾ എല്ലൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ഒക്കെ ഉണ്ടാകും. ചിക്കൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ശകലം മാത്രം വെള്ളം, 2 ടേബിൾ സ്പൂണൊക്കെ മാത്രം മതിയാകും. അതോടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 2-3 വിസിലിന് ഓഫാക്കി കൊടുക്കാം. അത് 4 വിസിലിന് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ വെള്ളം ശകലം ഉണ്ടാകും. അത് നമുക്ക് തുറന്ന് തന്നെ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേ ആ ഒരു നല്ല ടേസ്റ്റ് ചിക്കൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിക്കന് നല്ല എണ്ണയൊക്കെ ഇറങ്ങി കുറച്ചൊരു ഡ്രൈ ആയിട്ട് വരണം, അത് മതി. നമുക്കിതെടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം എല്ലൊക്കെ മാറ്റി മിക്സിയുടെ ജാറിലേക്കിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകരുത്, ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 ഉരുളക്കിഴങ്ങാണ്. ചെറിയ ഉരുളക്കിഴങ്ങാണ്. 300 ഗ്രാം ഒക്കെ ഉണ്ടാവും മൊത്തത്തിൽ. ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി പുറത്ത് മണ്ണൊക്കെ മാറ്റിയിട്ട് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കുക്കറിലിടുന്ന സമയത്ത് ഒന്നെങ്കിൽ 2 മുറിച്ചിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊലി പൊളിച്ചെടുക്കാനും പെട്ടെന്ന് വേവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് 1/4 ഭാഗത്തോളമൊക്കെ വെള്ളം ഒഴിച്ച് ഒരു 4-5 വിസിലൊന്ന് വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് സവാള മുറിച്ചെടുക്കാം. ഒരു അത്യാവശ്യം വലിയൊരു സവാളയാണ്. ഈ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കാം. ഒന്ന് ചതഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നതിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. ഒരുപാട് സമയം വെച്ച് കളറൊന്നും മാറ്റണ്ട, നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഈ സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നമ്മളെപ്പോഴും പൊട്ടറ്റോ സ്മാഷറൊക്കെ വെച്ച് സ്മാഷ് ചെയ്തെടുക്കുകയാണെങ്കിലും അതിൽ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും. എപ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പലർക്കും പൊടിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം വരാറുണ്ടല്ലേ. അതിന് നമ്മൾ ഇതുപോലെ അരിപ്പ ഉണ്ടെങ്കിൽ ആ അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആ നല്ല സ്മൂത്തായിട്ടുള്ള ആ പൊട്ടറ്റോയുടെ ടേസ്റ്റ് കിട്ടും. ഒരിക്കലും പൊട്ടറ്റോ നല്ല സ്മൂത്താക്കാനായിട്ട് മിക്സിയിലിട്ട് അരക്കരുതേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു വലിഞ്ഞിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് പോയി പോകും. ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നന്നായിട്ട് എങ്ങനെയും നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം കട്ട പോലും ഇല്ലാതെ എടുക്കണം. ഇതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് അരച്ചെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് പൊട്ടറ്റോയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സംഭവങ്ങളും വെന്ത് കഴിഞ്ഞതല്ലേ. അങ്ങനെ ഇതിലേക്ക് നമുക്ക് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. 2-3 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് നമ്മുടെ കട്ട്ലറ്റിന് മല്ലിയില ഇടുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. സീക്രട്ട് ഒന്നുമല്ല, എല്ലാ വീട്ടിലുള്ള മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചിങ്ങെടുക്കാം. പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഉരുളയാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചെറിയ ഉരുളകൾ എടുക്കാം. എത്ര വലുപ്പത്തിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ എടുക്കണം. ഒരു 1/4 കപ്പിൻ്റെ അളവൊക്കെ എടുത്തിരുന്നാലും മതി. അതിലേക്ക് എടുത്തിട്ട് ഉരുട്ടിന്ന് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. ഒന്നുകിൽ നീളത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ വട്ടത്തിലോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലോ ഒക്കെ സൈഡൊക്കെ ഒന്ന് പതുക്കെ തട്ടിക്കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കുക. ഒരുപാട് ലൂസായി പോയാൽ കട്ട്ലേറ്റ് എണ്ണ കുടിക്കും. പലയിടത്തുനിന്നും കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എണ്ണയുടെ ഒരു ടേസ്റ്റൊക്കെ കൊണ്ടുവരും. കട്ട്ലേറ്റിൻ്റെ കൂട്ടധികം ലൂസായി പോയാലാണ് അങ്ങനെ വരിക. പക്ഷേ ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. 10 കട്ട്ലേറ്റാണ് ഈ ഒരു അളവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഒരു 3 സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനാണ്. ബ്രെഡ് ക്രംസ് വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്തിരുന്നാൽ മതി. എല്ലാവരുടെ അടുത്തൊന്നും ബ്രെഡ് ക്രംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്രെഡ് ക്രംസ് ഇതുപോലെ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ ഒരു നുള്ളു ഗരം മസാലയും കൂടി ഇടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും കട്ട്ലേറ്റിന്. ഇനി അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊരു പെട്ടെന്ന് തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിൻ്റെ ആ ഒരു നനവൊന്ന് മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയാൽ മതി. ഇത് മതി. നമുക്ക് ഓഫാക്കി എടുക്കാം. അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സിയിലൊന്നും അടിക്കണ്ട. മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് വെള്ളം പോലെയായി പോകും. അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇനി ഒരു സീക്രട്ട് ടിപ്പ് പറയാം. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും. തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് കുറേ സമയത്തേക്ക് നമ്മുടെ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ചേർക്കണം നിർബന്ധമില്ല. ചേർത്താൽ സെയിലൊക്കെ ചെയ്യുമ്പം കുറേ സമയം നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ഗരം മസാലയും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ആക്കി വെക്കാം. ഇതൊക്കെ നമ്മുടെ കട്ട്ലേറ്റിന് ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കട്ട്ലേറ്റ് കഴിക്കാനായിട്ട്. എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഓരോ കട്ട്ലേറ്റും എടുത്ത് മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലിടുമ്പോൾ ഒരു സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നടുക്ക് ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ മുട്ടയുടെ കൂട്ടിൽ നനഞ്ഞിട്ട് ഈ ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ ഒട്ടിക്കട്ട പിടിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്ക് ഇടാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലിട്ട് മിക്സ് ആക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ സൈഡിലിട്ട് ചെയ്താൽ മതി. ഒരുപാടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ബ്രെഡ് ക്രംസിലേക്കും ഇത് കട്ട്ലേറ്റ് ഇട്ട് ചെയ്യേണ്ട. കുറേശ്ശെ ഇട്ട് മിക്സ് ആക്കി എടുത്താൽ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം നന്നായിട്ടൊന്ന് അമർത്തി അതിൻ്റെ മുകളിൽ പറ്റിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാം കോട്ട് ചെയ്തെടുക്കാം. പൊരിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഡീപ്പ് ഫ്രൈയും ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എല്ലായിടത്തും ഒരേ കളറിൽ നല്ല മുരിഞ്ഞ് വരുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാതിരിക്കാൻ. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് സമയം എണ്ണയിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല ഒന്ന് മുരിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മൊത്തം 10 കട്ട്ലേറ്റ് കിട്ടും. 10 കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സോസും കൂടെ ഒഴിച്ചെടുക്കാം. അതിലേ അതിൻ്റെ ഒരു സുഖം. അതിൽ നമ്മുടെ കട്ട്ലേറ്റ് നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്. പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടാണുള്ളത്. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ്. നമുക്ക് കാണുമ്പോൾ ഒരുപാട് പ്രൊസീജിയറൊക്കെ ഉള്ള പോലെ തോന്നും, പക്ഷെ പെട്ടെന്ന് കഴിയും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.